അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഭാരതത്തിന് തീരെയില്ല. ഭാരതത്തിന് മാത്രമല്ല, ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങൾക്കുമില്ല. അത് ഏറ്റെടുത്താൽ പലപ്പോഴും പാമ്പിന് പാല് കൊടുക്കുന്നതിന് തുല്യമായി മാറും. ഇപ്പോൾ അനധികൃതമായി കൃത്രിമമായ രേഖകളോടെ കേരളത്തിലേക്ക് അടക്കം കുടിയേറുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ആധാർ കാർഡ് പോലും കൃത്രിമമായി ഉണ്ടാക്കി അവർ കയ്യിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകും നാട് നേരിടുന്നത് എത്ര വലിയ വെല്ലുവിളിയാണ് എന്ന്. കൊല്ലും കൊലയും അക്രമവുമായി അതിന്റെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ത്യയിലെ ഒരു സമ്പന്നമായ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പതിവായി ആഗോള കുടിയേറ്റത്തിന്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. കേരളം മാത്രമല്ല, ഡൽഹിയിലും ഇതുപോലെ കുടിയേറ്റക്കാരുണ്ട്. സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക വളർച്ചയും കുടിയേറ്റക്കാർക്ക് ആകർഷണമായിട്ടുള്ളവയാണ്. ഈ കുടിയേറ്റം കേരളത്തിലെ സാമൂഹ്യ ആർത്ഥിക അവസ്ഥയെ നേരിട്ട് ബാധിച്ചിട്ടുമുണ്ട്. വിവിധ സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഈ കുടിയേറ്റക്കാരുടെ കേരളത്തിലെ സമൂഹത്തിൽ സംയോജനം ഒരു വെല്ലുവിളിയായി മാറുകയാണ്. ഭാഷാ വ്യത്യാസങ്ങൾ, തൊഴിൽ മേഖലയിലെ മത്സരങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉയരുന്നു. അനധികൃത കുടിയേറ്റം സുരക്ഷാ പ്രശ്നങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും കാരണമാവുകയാണ്. ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിന്റെ തന്നെ നിയമക്രമം നിലനിർത്തുന്നതിന് വെല്ലുവിളിയായി മാറുന്നു. ഇപ്പോഴിതാ എല്ലാ നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി ഉടൻ തന്നെ നാട് കടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിറക്കിയിരിക്കുകയാണ്. നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും സഹായിക്കുന്ന മുഴുവൻ ശൃംഖലയ്ക്കെതിരെയും കർശന നടപടി തന്നെ സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടാവരുത് എന്നും മുഖ്യമന്ത്രി രേഖാ ഗുപ്ത, പോലീസ് കമ്മീഷണർ എന്നിവരുമായി നടന്ന ഉന്നതതല യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകി. ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്നും കർശനമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ തുടർച്ചയായി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന പോലീസ് സ്റ്റേഷനുകൾക്കും സബ് ഡിവിഷനുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരത്തിലെ അന്തർ സംസ്ഥാന സംഘങ്ങളെ നിഷ്കരുണം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഡൽഹി പോലീസിന്റെ മുൻഗണന. അത് കൃത്യമായി തന്നെ ചെയ്യുകയും വേണം. ബംഗ്ലാദേശികളും റോഹിംഗ്യൻ നുഴഞ്ഞു കയറ്റക്കാരും രാജ്യത്തേക്ക് കടക്കുന്നതിനും അവരുടെ രേഖകൾ തയ്യാറാക്കുന്നതിനും ഇവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കുന്നതിനും സഹായിക്കുന്ന മുഴുവൻ ശൃംഖലയ്ക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കുകയും വേണം. അനധികൃതമായി നുഴഞ്ഞു കയറിയവരുടെ പ്രശ്നവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അത് കർശനമായി തന്നെ കൈകാര്യം ചെയ്യണം. അവരെ തിരിച്ചറിഞ്ഞ് നാട് കടത്തണമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ കേരളത്തിലടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. സ്പോട്ടിൽ തീർത്തു കളയാനാണ് അമിത്ഷാ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും അനധികൃതമായി കേരളത്തിലേക്ക് അടക്കം കടന്നുകൂടി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും എതിരെയുള്ള കർശന നടപടി തന്നെ സ്വീകരിക്കാനാണ് അമിത്ഷാ ഉത്തരവ് നൽകിയിരിക്കുന്നത്.